സ്വർണ്ണപ്പാളി സ്പോൺസർമാർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ പാടില്ലായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിനും ധാരണയില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങളിൽ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല 99 മുതൽ നടക്കട്ടെ അന്വേഷണം, 2025 വരെയും നടക്കട്ടെ. ആ കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് തന്നെയാണ് കൊണ്ടുപോയത്. കൃത്യമായ അപ്പോഴും അയാൾ പറഞ്ഞിരുന്നു, ഞാൻ കൊണ്ടുപോകാം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ അറിയാമെന്ന് പറഞ്ഞു. അത് ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊക്കെ വലിയ ചിലവാണ്, അത് താങ്ങാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊക്കെ നോക്കാനുള്ള കഴിവ് ദേവസ്വം ബോർഡിനുണ്ട്. ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ അവിടെ കൊണ്ടുവരും. നിങ്ങൾ അവിടെ വേണമെങ്കിൽ അവിടെ എത്തിക്കോളൂ. കാരണം ഈ സ്പോൺസറുടെ സാന്നിധ്യത്തിൽ ചെയ്യണമെന്നാണ്. നിങ്ങൾ അവിടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അത്തരം കാര്യങ്ങളിൽ അതിലുണ്ടായിരുന്ന ഒരു ചെറിയ വീഴ്ച എന്താണ്, ഈ ദേവസ്വം കമ്മീഷണറെ ഒന്ന് നമ്മൾ അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോടതി ഞങ്ങൾക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പെർമിഷൻ തന്നത്. അത് ഞങ്ങൾ ഒക്ടോബർ 17 അവിടെ സ്ഥാപിക്കും. ശ്രീകോവിലിൽ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട്, വാതിലിൽ, അതും കൂടി ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം നിന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 99 വിജയ് മല്യയുടെ ഈ സ്വർണ്ണപ്പൂശൽ നടക്കുന്നത്. അവിടം മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അതെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും.